ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ തൃക്കാക്കര കാക്കനാട് ഭാഗത്തായി ഏറ്റവും പ്രൈം ലൊക്കേഷനിൽ തന്നെ സ്ഥിതി ചെയ്യുന്നൊരു വലിയ വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 6.25 സെൻറ്റ് സ്ഥലത്തിൽ 3350 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഈ വീടിൻ്റെ ലൊക്കേഷൻ തന്നെയാണ്. ടൗണിലെ ഏറ്റവും ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന് ഇരുവശത്തായും നല്ല വീതിയുള്ള മുനിസിപ്പൽ റോഡ് തന്നെയാണ് പോയിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ജംഗ്ഷൻ, ഇടപ്പള്ളി ബൈപ്പാസ്, പാലാരിവട്ടം ജംഗ്ഷൻ എന്നുവേണ്ട സിറ്റിയിലെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലത്തേക്കും വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. നമുക്കിനി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഗേറ്റ് തുറന്നാൽ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയാണ്. മറ്റൊരു വലിയ വാഹനം കൂടി ഈ വീടിൻ്റെ മുന്നിലായി സുഖമായി നമുക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്. വീടിൻ്റെ ഇരുവശത്തു കൂടിയും റോഡ് പോകുന്നതിനാൽ ഈ വീടിന് 2 എൻട്രൻസാണ് നൽകിയിരിക്കുന്നത്. ഏകദേശം 3 വലിയ കാറുകളോളം ഈ വീടിൻ്റെ സൈഡിലെ എൻട്രൻസിൽ നമുക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മൊത്തം 5ഓളം വാഹനങ്ങൾ ഈ വീടിൻ്റെ കോമ്പൗണ്ടിൽ നമുക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്. മുറ്റം മുഴുവനായി തന്നെ കടപ്പാകലുകൾ വിരിച്ച് മനോഹരമാക്കി തന്നെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. സാൻഡ് സ്റ്റോൺ ഫിനിഷിൽ വരുന്ന നല്ല ഭംഗിയുള്ള ക്ലാഡിംഗ് സ്റ്റോണുകളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഒത്തിരി വലിപ്പമില്ലാതെ 1-2 ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി വീടിൻ്റെ അകത്തേക്കൊന്ന് പോയി നോക്കാം. അതിമനോഹരമായൊരു വ്യൂ തന്നെയാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് എൻട്രൻസിൽ നമുക്ക് ലഭിക്കുന്നത്. ആദ്യമായി നമ്മൾ നോക്കുന്നത് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയാണ്. വലിയൊരു കോർണർ സെറ്റി ഇടാവുന്ന രീതിയിലുള്ള അതിവിശാലമായൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായൊരു TV യൂണിറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. വുഡൻ ഫിനിഷ് വരുന്ന സീലിംഗ് നൽകി അതിൽ നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം. ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീടിൻ്റെ ഫാമിലി ലിവിംഗ് ഏരിയയിലേക്കാണ്. നല്ല വിശാലതയുള്ള ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഇവിടെയും നല്ല മനോഹരമായൊരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. വുഡൻ ഫിനിഷ് ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെയും സീലിംഗ് വർക്ക് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്കാണ്. 10-12 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ ഇവിടെ നമുക്ക് സുഖമായി പ്ലേസ് ചെയ്യാവുന്നതാണ്. ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്കൊരു വാതിൽ കാണാം. ഇവിടെ നിന്നും വീടിൻ്റെ പുറത്തേക്കുള്ള ഒരു എൻട്രൻസ് നൽകിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായി ഒതുങ്ങി മാറി തന്നെയാണ് ഒരു അതിമനോഹരമായൊരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ട് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. നല്ലൊരു ലക്ഷറി ഫീൽ ലഭിക്കുന്നൊരു വാഷ് ബേസിനും പില്ലർ കോക്കും തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവും. അതിന് ബാക്ക്ഗ്രൗണ്ടായി നല്ലൊരു മിറർ ലൈറ്റും ക്ലാഡിംഗ് സ്റ്റോൺ കൂടി വരുന്നതോടെ വാഷ് കൗണ്ടറിൻ്റെ ഭംഗി പറയാതെ വയ്യ. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ കിച്ചണിലേക്കാണ്. അതിഗംഭീരമായി തന്നെയാണ് കിച്ചണിലെ എൻട്രൻസിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ നല്ല ഭംഗിയായി തന്നെ CNC കട്ടിങ്ങും മറ്റുമെല്ലാം ചെയ്ത് അതിമനോഹരമാക്കി തന്നെയാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് നൽകിയിരിക്കുന്നത്. ഒരു വുഡൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ വീടിൻ്റെ കിച്ചൺ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. വുഡൻ കളർ വരുന്ന മാറ്റ് ഫിനിഷുള്ള ടൈലുകളാണ്
കിച്ചണിൽ നൽകിയിരിക്കുന്നത്. കൂടാതെ നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റുകളും കിച്ചണിൽ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇനി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 13 അടിയോളം നീളത്തിൽ വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഇവിടെ നൽകിയിട്ടുണ്ട്. മനോഹരമായൊരു സീലിംഗ് വർക്കും ഈ റൂമിൽ നമുക്ക് കാണാം. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഹിൻഡ്വെയർ ബ്രാൻഡിൻ്റെ പ്രീമിയം ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂമുകളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒട്ടും കൺജസ്റ്റഡ് അല്ലാതെ അത്യാവശ്യം വിശാലതയിൽ തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 11 അടി നീളവും 10 അടി വീതിയുമുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. അതോടൊപ്പം തന്നെ 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഇവിടെ നൽകിയിട്ടുണ്ട്. മനോഹരമായ ഒരു സീലിംഗ് വർക്ക് നമുക്ക് ഈ റൂമിലും കാണാം. അടുത്തതായി നമുക്ക് ഇനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. വളരെ വലിയൊരു ബാത്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. നല്ലൊരു ടൈൽ കളർ കോമ്പിനേഷനും ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. താഴത്തെ നിലയിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോയി നോക്കാം. മൊത്തമായി ടഫൻ ഗ്ലാസ് ഇട്ട് വുഡൻ ഹാൻഡ് ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഈ വീടിൻ്റെ ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന ഷാൻലിയറിൻ്റെ ഭംഗി അതിമനോഹരമായി തന്നെ നമുക്ക് വീക്ഷിക്കാവുന്നതാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായൊരു പാർട്ടീഷൻ വർക്കും നമുക്കിവിടെ കാണാം. അതുകൂടാതെ ഇവിടെയായി ഒരു സ്റ്റഡി ടേബിളും ബുക്ക് ഷെൽഫുമൊക്കെ നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ടെറസിലേക്ക് പോകാനുള്ള എൻട്രൻസ് ആണ് ഈ നൽകിയിരിക്കുന്നത്. മനോഹരമായി തന്നെയാണ് ഈ ഏരിയ ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഈ വീട്ടിലെ അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. അതിവിശാലമായ ഒരു അപ്പർ ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൂടാതെ തന്നെ മനോഹരമായൊരു TV യൂണിറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. വുഡൻ ഫിനിഷ് ലഭിക്കുന്ന രീതിയിലുള്ള സീലിംഗ് തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഡബിൾ ഹൈറ്റഡ് ഏരിയയിൽ വരുന്ന ഷാൻലിയറിന്റെ ഭംഗി ഇവിടെ നിന്ന് നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. ഇനി നമ്മൾ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 11 അടി വീതിയും 12 അടി നീളവുമുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. അതോടൊപ്പം തന്നെ 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. മനോഹരമായൊരു സീലിംഗ് വർക്കും ഈ റൂമിൽ നമുക്ക് കാണാം. ഇനി നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. 13 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഈ ബെഡ്റൂമും. അതുകൂടാതെ എല്ലാ റൂമിലേലും പോലെ തന്നെ വലിയൊരു വാർഡ്രോബും ഇവിടെയും നൽകിയിട്ടുണ്ട്. പ്ലെയിൻ ആയിട്ടുള്ളൊരു സീലിംഗ് വർക്കാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ് നമ്മളിനി കയറി ചെല്ലുന്നത്. ഏകദേശം 10 അടിയോളം വീതി വരുന്ന വലിയൊരു ബാൽക്കണി തന്നെയാണ് നമുക്കിവിടെ കാണാനാവുന്നത്. വുഡൻ കളറിലുള്ള മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ടഫൻ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് ടോപ്പ് കൊടുത്താണ് ഇവിടെ ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത്. ഈ മനോഹരമായ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിൻ്റെ വിലയെ പറ്റിയാണ്. 6.25 സെന്റ് സ്ഥലത്തിൽ 3350 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 2.5 കോടി രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. ഈ മനോഹരമായ വില്ല ആർക്കെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇതുപോലുള്ള വീടുകൾ ടൗണുമായി ബന്ധപ്പെട്ട് വളരെ റെയറായിട്ടാണ് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ആവശ്യക്കാർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.